ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം MG റോഡിലാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് NH-ലൂടെ വാഹനങ്ങൾ ഓടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ NH-ലൂടെ വാഹനം ഓടിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ് ഇൻഡിക്കേറ്റർ. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് കയറുകയാണെങ്കിൽ റൈറ്റിലേക്ക് കയറുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ട് മാത്രമേ NH-ൽ ലെഫ്റ്റിക്കും റൈറ്റിക്കും മാറാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ U-ടേണിൽ ഒരുപാട് വാഹനങ്ങൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കയറി വന്ന് നിൽക്കുന്നത് കാണാം. അപ്പോൾ അവർ ഒരുപാട് കയറിയിട്ടുണ്ടെങ്കിൽ അവരെ കടത്തി വിട്ടിട്ട് നമ്മൾ കടന്നു പോവുക. അല്ലാന്നുണ്ടെങ്കിൽ അവർ കയറിയിട്ടില്ലെങ്കിൽ നമ്മൾ കടന്നു പോയിട്ട് അവരെ കടത്തി വിടുക. പിന്നെ അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കാറുണ്ട്. അപ്പം അത് മറയ്ക്കാനായിട്ട് അവർ ചെടികൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ മരങ്ങളൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുന്നതിലൂടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കില്ല. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ഒരുപാട് അടുത്തായിരിക്കും നമ്മുടെ വണ്ടികൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് കറക്റ്റായിട്ട് മനസ്സിലായാൽ മാത്രമേ വണ്ടികൾ അടുത്തോടെ പോകുമ്പം നമുക്ക് പേടിയില്ലാതിരിക്കുള്ളൂ. അത് പുതിയ ആൾക്കാരൊക്കെ ആകുമ്പം അവർക്ക് പെട്ടെന്ന് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, സിംഗിൾ വൈപ്പറിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. അഥവാ വണ്ടിയുടെ പകുതിയിൽ നിന്ന് റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് ഉള്ള ആ ഒരു പൊസിഷൻ, ഡ്രൈവർ സീറ്റിൻ്റെ ഫ്രണ്ടിലെ വൈപ്പറിൻ്റെ ആ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഗ്യാപ്പ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ആകുമ്പം നമുക്ക് പെട്ടെന്ന് ഗ്യാപ്പ് കൊടുത്ത് പോകാനും കിട്ടും. അടുത്തൊരു ഘടകം സിഗ്നലാണ്. സിഗ്നൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ച് ഓടിക്കേണ്ട ഒരു സംഭവമാണ്. സിഗ്നൽ കഴിഞ്ഞ് അവർ റെഡ് ലൈറ്റ് ഇടുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേഗം അപ്പുറം കടക്കണമെന്ന് നല്ലത്. സെൻറ്ററിന് മുമ്പായിട്ട് എത്തുകയാണെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് മറ്റുള്ള വാഹനങ്ങളെ കടന്നു പോകാൻ അനുവദിച്ച് അത് കഴിഞ്ഞ് കടന്നു പോകേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഒരു തീരുമാനം എടുത്താൽ ഉറച്ചായിരിക്കണം. നമ്മൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലേക്ക് കയറിയാൽ നമ്മൾ റൈറ്റിലേക്ക് തന്നെ കയറിക്കൊണ്ടിരിക്കണം. ഒരു കാരണവശാലും റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ വെച്ച് റൈറ്റ് കയറി ലെഫ്റ്റ് ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങിയാൽ അപകട സാധ്യത കൂടുതലാണ്. അപ്പം ഇത് പ്രത്യേകിച്ചൊന്ന് ഓർത്ത് വെക്കുക. അടുത്തത് ഈ ഒരു വരുന്ന സിഗ്നൽ നോക്കണം. ഈ സിഗ്നലിൻ്റെ പ്രത്യേകത, ഇത് ചില സമയങ്ങളിൽ മാത്രമേ എല്ലാം ഓപ്പൺ ചെയ്യുള്ളൂ. ലെഫ്റ്റ് റൈറ്റ് സ്ട്രൈറ്റൊക്കെ ഓപ്പൺ ചെയ്യുള്ളൂ. ഇതിൽ ഇപ്പം നിലവിൽ ഓപ്പൺ ചെയ്യുന്നത് ലെഫ്റ്റും സ്ട്രൈറ്റും മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. റൈറ്റിലേക്കുള്ളത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് റൈറ്റ് സൈഡാണ്. അപ്പോൾ നമുക്കിനി ലെഫ്റ്റിലേക്ക് കയറിയാൽ മാത്രമേ സ്ട്രൈറ്റായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചു. പതിയെ ലെഫ്റ്റിലേക്ക് കയറുന്നുണ്ട്. അപ്പം റൈറ്റിലേക്കുള്ള വാഹനങ്ങളെല്ലാം നിരത്തി നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കയറി പോകണമെങ്കിൽ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് പതിയെ കയറണം. ഓക്കെ, ഗ്യാപ്പ് കിട്ടി. നമ്മൾ പതിയെ അങ്ങോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ ഓൾറെഡി 1-2 വന്ന് പെട്ട് കഴിഞ്ഞാലേ മാത്രമേ ഇതിനെപ്പറ്റിയുള്ള അറിവ് കിട്ടുള്ളൂ. അപ്പം ഈ ഒരു സിഗ്നൽ പ്രത്യേകിച്ച് നോക്കിയിട്ട് പരമാവധി സെൻറ്റർ ട്രാക്കിലൂടെ പോകാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നോക്കേണ്ടത് കാര്യമില്ലല്ലോ.